Hi guys, welcome to Sumaki family. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഈവനിങ്ങിൽ നമ്മൾ പഴംപൊരി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്ക് പഴംപൊരി കഴിക്കണമെന്ന് തോന്നി. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പഴംപൊരി കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ പഴംപൊരി തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതും മൈദ വെച്ചിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ ഒക്കെ കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ രാത്രി ഡിന്നറിന് ഉള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, ഫുഡ് പ്രോസസ്സറിലാണ് ഞാൻ മാവ് കുഴച്ചെടുത്തത്. അപ്പോൾ ആക്ച്വലി ഈ എന്താ പറയുക, ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, ഈസിയാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ കുറേ നേരം നമ്മളിങ്ങനെ മാവ് ഇട്ട് വെള്ളമൊഴിച്ച് ഇങ്ങനെ കൈകൊണ്ടിട്ട് കുഴച്ചെടുക്കണ്ടേ. അപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണെങ്കിൽ അത് പെട്ടെന്ന് പണി കഴിയും, കുഴച്ചെടുക്കുന്ന പണി കഴിയും. പിന്നെ നമ്മൾ പരത്തിയെടുക്കല്ലേ വേണ്ട, അതൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊരു ഫുഡ് പ്രോസസ്സർ ഉണ്ടാവണം എന്നുള്ളതൊരു എന്താ പറയുക, ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ബിക്കോസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഇതിൽ തന്നെ ഇതിപ്പോൾ പ്രീതി സോഡിയാക്കിൻ്റേതാണ്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്കതുപോലെ ആട്ട കുഴയ്ക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, ജ്യൂസറിൻ്റെ സംഭവമുണ്ട്. നമുക്കതിൽ ജ്യൂസ് എന്താ പറയുക, ജ്യൂസ് അടിക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലെടുക്കാം. പിന്നെ സ്ലൈസസ് ഉണ്ട്, നമുക്ക് ചോപ്പ് ചെയ്യാനുള്ളതുണ്ട്. ഗ്രേറ്ററിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളതാണ് പ്രീതി സോഡിയാക്ക്. അപ്പോൾ ഇതല്ലെങ്കിൽ വേറെ ഫുഡ് പ്രോസസ്സർ നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ് ഇപ്പം ജോലിയിൽ. ഓക്കെ, അപ്പോൾ ഞാനപ്പോൾ കൈകൊണ്ടാണ് കുഴച്ചിരുന്നെങ്കിലും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതിലും കുഴയ്ക്കാറുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് മാവ് കുഴച്ചെടുക്കും, പക്ഷേ പിന്നെ ഇതിൻ്റെ കഴുകാനുള്ള കാര്യങ്ങളാണ് വേറൊരു വിഷയമായിട്ട് നിൽക്കുന്നത്. പക്ഷേ പണിയൊക്കെ പെട്ടെന്ന് നമുക്ക് കഴിയുകയും ചെയ്യും. അതാണ് അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ഞാനപ്പോൾ എന്തായാലും ഫുഡ് പ്രോസസ്സറിലിട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഒരു ക്രീമി ചിക്കൻ റെസിപ്പിയാണ്. പക്ഷേ ഇതിൽ ഒരു ക്രീമി ചിക്കൻ റെസിപ്പി ആണെങ്കിൽ കൂടിയും ഞാനിതിൽ ശരിക്കും നമുക്ക് ആ റെസിപ്പിക്ക് വേണ്ടത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാഷ്യൂ നട്ട് പേസ്റ്റാണ്. പക്ഷേ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ റെസിപ്പി ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു കടായി വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി. അതിനുശേഷം നമ്മൾ അതിലേക്ക് സവോള ചേർക്കുകയാണ്. സവോള ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ 2 ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം പച്ചമുളക് എരിവില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ 2-3-4 ചേർത്തോളൂ കേട്ടോ. ഇപ്പം നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇത് ഭയങ്കര സ്പൈസി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സ്വീറ്റ് ആൻഡ് അങ്ങനെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഇതാണ് ടെക്സ്ചറാണ് എൻ്റെ ഒരു ഇത് വരുന്നത്. ടെക്സ്ചർ എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പാലാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ക്രീമി ടെക്സ്ചർ വരും. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലൊരു ചെറിയ സ്വീറ്റ്നെസ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വൈസ് ആണ് കേട്ടോ, ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതിൽ തക്കാളിയാണ് ചേർത്തത്. ഒരു തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റാണ്. നന്നായിട്ട് സവോളയും തക്കാളിയൊക്കെ വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികളായിട്ട് നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്തു.
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടി, അത് കുറച്ച് മതി. ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി അതും ചേർക്കുന്നുണ്ട്. ഗരം മസാല ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാക്കിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി, പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം മസാലപ്പൊടികൾ എന്താണ് നമ്മൾ ചേർത്തതെന്നുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരക പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. പാൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പാക്കറ്റ് പാൽ തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കണം. ഒരു പാല്. ഈ പാലിന് പകരമാണ് ഞാൻ പറഞ്ഞ ഫ്രഷ് ക്രീം ചേർക്കാനാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചിക്കൻ കുക്ക് ചെയ്ത് വന്നതിന് ശേഷം കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ്, നമ്മളൊരു ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത് ഈ 2 സംഭവങ്ങളൊക്കെയാണ്. അതായത് ഒന്നില്ലെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാഷ്യൂ നട്ട് പേസ്റ്റ്. ഞാനിവിടെ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് പാലാണ് ചേർത്ത് കൊടുത്തത്. പാല് ചേർത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളവും പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം മൂടി വെച്ച് വേവിക്കുകയാണ് ചിക്കൻ. അപ്പോൾ ഗ്രേവി അതിൻ്റെ ആ ഒരു എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചൊക്കെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി അധികം വേണ്ടെങ്കിൽ വറ്റിച്ച്, അതായത് തുറന്ന് പിന്നെ അതായത് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ച് കുറച്ച് ഗ്രേവി വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു എന്താ പറയുക വല്ല ഒരു ക്രീം, അതായത് സ്വീറ്റ് ടേസ്റ്റാണ്. ശരിക്കും ഭയങ്കര സ്വീറ്റ് അല്ല, എന്നാൽ കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്കുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത് എന്താ പറയുക മല്ലിയിലയാണ്. മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് ഫൈനലായിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് നമ്മുടെ എന്താ പറയുക ചിക്കൻ്റെ റെസിപ്പി ഇവിടെ തീരാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ക്രീമി ചിക്കൻ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രീമി ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നാനിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, സുമാക്കി ഫാമിലി എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ പണിയിലേക്ക് കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഇന്ന് രാത്രി എന്താ പറയുക ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.